ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഈ സർക്കിളിൻ്റെ അകത്ത് ഒരു സ്ക്വയർ, ഇതിൻ്റെ എഡ്ജസ്, ഇതിൻ്റെ വെർട്ടിസസ് സർക്കിളിൻ്റെ മുകളിലിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി, ഇതാണ് ഗ്രീൻ ഷെയ്ഡഡ് ഏരിയ, ഇത് യെല്ലോ. ഇതിൻ്റെ മേൽ വരുന്ന പുള്ളിയുടെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ എന്ന് നമ്മൾ വെച്ചിരിക്കുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ ചെയ്യുമ്പോൾ, ഡയഗണൽ വരുമ്പോൾ, ഇത് ഇങ്ങനെ ഡയമീറ്ററാണ്, സർക്കിളിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ഈ ഡയഗണൽ നമ്മൾ കണ്ടുപിടിക്കാൻ √a² + a² √2a², 2a² √2a². റൂട്ട് എടുക്കുമ്പോൾ a² a പുറത്ത് വരും, ഈ റൂട്ട് മാത്രം റൂട്ടിരിക്കും. ഇതാണ് ഈ ഡയഗണലിൻ്റെ അളവ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പാതിയാണ് സർക്കിളിൻ്റെ റേഡിയസ്. റേഡിയസ് എന്ന് പറയുമ്പോൾ a√2/2. അപ്പോൾ ഇതിനടിക്കുമ്പോൾ ഈ 2നെ √2 × √2 എന്ന് എഴുതാം. ഒരു √2 അടിയായി പോകും. അപ്പോൾ റേഡിയസ് a/√2, ദറ്റ് ഈസ് ദ റേഡിയസ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr², ഫോർമുല πr². ഇവിടെ പൈ എഴുതുന്നു, ആറിന് പകരം a/√2 the whole square, that is equal to π × a². √2² എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും, റൂട്ട് അടിയായി, അതായത് √2². അപ്പോൾ റൂട്ട് അടിയാവും, ദറ്റ് ഈസ് ഈക്വൽ ടു πa²/2. ഇത് സർക്കിളിൻ്റെ, ഇതാണ് നമുക്ക് ഡിനോമിനേറ്റർ. അടുത്ത് സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a × a, ദറ്റ് ഈസ് ഈക്വൽ ടു a². അപ്പോൾ a² ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് പുള്ളി വരുന്നത് ഈ സ്ക്വയറിൻ്റെ അകത്താണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് πa²/2. πa²/2 is the denominator and സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a². ഇപ്പോൾ ഈ a²നും a²നും അടിക്കാം. അപ്പോൾ ഇവിടെ 1 വരും, താഴെ π വരും. ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്കിത് ഒന്നിട്ടിട്ട് അത് തലകീഴായിട്ട് മാറും. അപ്പോൾ 1/π × 2/1, that is equal to 2/π. That is the answer. That is the probability. Okay. അടുത്തത് സ്ക്വയറിൻ്റെ അടുത്ത്